ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ഇത് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ക്രിക്കറ്റിനെ പറ്റി ഒരു ചാനൽ തുടങ്ങുമ്പോൾ സച്ചിനിൽ നിന്നല്ലാതെ ആരിൽ നിന്നും തുടങ്ങാനാണ്? സച്ചിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നിങ്സ് ഏത് ചോദിച്ചാൽ അതിന് നിങ്ങളുടെ മനസ്സിൽ നിരവധി ഉത്തരങ്ങളുണ്ടാവും. ഷാർജയിലെ മണൽത്തരികളെ പോലും പ്രകമ്പനം കൊള്ളിച്ച സാൻഡ് സ്റ്റോം ഇന്നിങ്സ് പല സച്ചിൻ ആരാധകരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഇന്നിങ്സ് ആണ്. അതുപോലെ തന്നെ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ ഒരു പുരുഷ താരത്തിന്റെ ആദ്യത്തെ ഇരട്ട സെഞ്ചുറി, 2003, 2011 ലോകകപ്പുകൾ നേടിയ നിരവധി സെഞ്ചുറികൾ. സച്ചിൻ ഇന്ത്യയെ വിജയതീരത്തെത്തിച്ച പ്രകടനങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ കണക്കുകൾ ഇങ്ങനെ നീണ്ടു പോകും. എന്നാൽ എന്നോട് സച്ചിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നിങ്സ് ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ യാതൊരു സംശയവുമില്ലാതെ പറയുന്ന ഒരു പ്രകടനമുണ്ട്. അതാണ് 2004 സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയക്കെതിരെ സച്ചിൻ നേടിയ 241 റൺസ്. അതിന് വ്യക്തമായൊരു കാരണവുമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കവർ ഡ്രൈവ് ഇല്ലാതെ വിരാട് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ ഒരു പുൾ ഷോട്ട് ഇല്ലാതെ രോഹിത് ശർമ്മയുടെ ഒരു സെഞ്ചുറി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ ഓഫ് സൈഡിൽ ഒരു ഡ്രൈവിന് പോലും മുതിരാതെ കങ്കാരുപ്പടയെ വെള്ളം കുടിപ്പിച്ച സച്ചിന്റെ ആ ഇന്നിങ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 2003 അവസാനം ഓസ്ട്രേലിയൻ പര്യടനത്തിനായി ഇന്ത്യൻ ടീം എത്തുമ്പോൾ അതിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതേ വർഷം നടന്ന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയുടെ ഏറ്റ പരാജയത്തിന് അവരുടെ നാട്ടിൽ പ്രതികാരം ചെയ്യാനാണ് ഇന്ത്യ എത്തിയതെങ്കിൽ തങ്ങളുടെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളായ സ്റ്റീവ് വോയുടെ വിടവാങ്ങൽ പരമ്പര അവിസ്മരണീയമാക്കുക എന്നതായിരുന്നു ഓസ്ട്രേലിയയുടെ ലക്ഷ്യം. കങ്കാരുപ്പടയെ അവരുടെ നാട്ടിൽ കീഴടക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ബ്രിസ്ബെയിനിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ സൗരവ് ഗാംഗുലിയുടെ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ സമനില പിടിച്ചെങ്കിലും സച്ചിനെ സംബന്ധിച്ച് അത് നല്ലൊരു മത്സരമായിരുന്നില്ല. പരമ്പരയിലെ തന്റെ ആദ്യത്തെ ഇന്നിംഗ്സിൽ ജേസൺ ഗില്ലസ്പിയുടെ പന്തിൽ റണ്ണൊന്നും എടുക്കാനാകാതെ സച്ചിൻ മടങ്ങി. അഡ്ലേഡിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ റിക്കി പോണ്ടിങ്ങിന്റെ ഇരട്ട സെഞ്ചുറി മികവിൽ കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയെങ്കിലും രാഹുൽ ദ്രാവിഡിലൂടെ നമ്മൾ തിരിച്ചടിച്ചു. ഇരട്ട സെഞ്ചുറിയുമായി രാഹുൽ ദ്രാവിഡ് തിളങ്ങിയപ്പോൾ സെഞ്ചുറിയുമായി ലക്ഷ്മണും ദ്രാവിഡിന് കൂട്ടായി. 33 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയെങ്കിലും അജിത് അഗാർക്കറിന്റെ 6 വിക്കറ്റ് മികവിൽ ഓസ്ട്രേലിയയെ 196 റണ്ണിന് ഓൾ ഔട്ടാക്കി ഇന്ത്യ 4 വിക്കറ്റിന് വിജയം പിടിച്ചെടുത്തു. അങ്ങനെ 1-0 ഇന്ത്യ പരമ്പരയിൽ മുന്നിലെത്തി. 72 റൺസുമായി പുറത്താകാതെ രാഹുൽ ദ്രാവിഡായിരുന്നു രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യയുടെ ഹീറോ. വിജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ മുന്നിലെത്തിയെങ്കിലും സച്ചിൻ ഫോം കണ്ടെത്താനാകാതെ വലയുകയായിരുന്നു. പരമ്പര വിജയം മുന്നിൽ കണ്ട് മെൽബണിലെത്തിയ ഇന്ത്യ ഓസ്ട്രേലിയയുടെ ചൂട് ശരിക്കും അറിഞ്ഞു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ വീരേന്ദർ സെവാഗിന്റെ 195 റൺസിന്റെ മികവിൽ 366 റൺസ് എടുത്തു. എന്നാൽ സച്ചിൻ ആവട്ടെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഗിൽക്രിസ്റ്റിന് ക്യാഷ് നൽകി മടങ്ങി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഇരട്ട സെഞ്ചുറി നേടിയ റിക്കി പോണ്ടിങ്ങിന്റെ മികവിൽ 557 റൺസ് നേടി. റിക്കി പോണ്ടിങ് ഏൽപ്പിച്ച ആ പ്രഹരത്തിൽ നിന്ന് തിരികെ വരാൻ ഇന്ത്യക്കായില്ല. 9 വിക്കറ്റിന് ഓസ്ട്രേലിയ ഇന്ത്യയെ കീഴടക്കി. രണ്ടാം ഇന്നിംഗ്സിൽ സച്ചിന് മികച്ച തുടക്കം കിട്ടിയെങ്കിലും ആദ്യ ഇന്നിംഗ്സിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ സച്ചിൻ പുറത്തായി. 2004 ജനുവരി 3 ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണുകൾ അന്നേ ദിവസം സിഡ്നിയിലായിരുന്നു. ഒരു വശത്ത് ഓസ്ട്രേലിയൻ മണ്ണിലെ തങ്ങളുടെ ആദ്യ പരമ്പര സ്വന്തമാക്കാൻ ഇറങ്ങുന്ന ഇന്ത്യ, മറുവശത്ത് ഓസ്ട്രേലിയയ്ക്കായി തന്റെ അവസാന മത്സരം കളിക്കാൻ ഇറങ്ങുന്ന സ്റ്റീവ് വോ. മെൽബണിൽ നടന്ന മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യയെ അനായാസം മുട്ടുകുത്തിച്ച ഓസ്ട്രേലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ദ്രാവിഡ് ഫോമിലുണ്ടായിരുന്നെങ്കിലും ഇന്ത്യയെ വലച്ചത് സച്ചിന്റെ മോശം ഫോമായിരുന്നു. 5 ഇന്നിംഗ്സുകളിൽ നിന്നായി വെറും 82 റൺസായിരുന്നു ഈ പരമ്പരയിൽ സച്ചിന്റെ സംഭാവന. സച്ചിന്റെ പുറത്താകലുകളിൽ പലതിനും ഒരേ സ്വഭാവമായിരുന്നു. ഓഫ് സ്റ്റമ്പിന് പുറത്തു വരുന്ന പന്ത് ഡ്രൈവ് ചെയ്യാനായി ശ്രമിച്ച് വിക്കറ്റ് കീപ്പറിന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു സച്ചിൻ 5-ൽ 3 തവണയും. സിഡ്നിയിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വീരേന്ദർ സെവാഗും ആകാശ് ചോപ്രയും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. വിക്കറ്റ് നഷ്ടമില്ലാതെ റൺസ് 100 കടത്താനും ഈ കൂട്ടുകെട്ടിനായി. എന്നാൽ വിട്ടുകൊടുക്കാൻ ഓസീസ് തയ്യാറല്ലായിരുന്നു. വെറും 5 റൺസിനിടെ 2 വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയ മത്സരത്തിലേക്ക് തിരികെ എത്തി. നാലാമനായി സച്ചിൻ ക്രീസിലെത്തുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 128. ഫോമിലല്ലാതിരുന്ന സച്ചിനെ കൂടി പുറത്താക്കി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ഓസീസ് കണക്കുകൂട്ടി. എന്നാൽ സച്ചിൻ ക്രീസിലേക്ക് നടന്നെത്തിയത് ലോകത്ത് ഒരു ബാറ്റർക്കും ഒരിക്കലും ചിന്തിക്കാനാവാത്ത, ഇനി അഥവാ ചിന്തിച്ചാലും വിജയകരമായി നടപ്പിലാക്കാൻ കഴിയാത്ത, എന്നാൽ കേൾക്കുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നാവുന്ന ഒരു പദ്ധതിയുമായിട്ടായിരുന്നു. കഴിഞ്ഞ 5-ൽ 3 തവണയും സച്ചിൻ പുറത്തായത് ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. ഈ ടെസ്റ്റിലും അതേപോലെ തന്നെ പുറത്താക്കാനായിരിക്കും ഓസ്ട്രേലിയ പദ്ധതിയിടുന്നതെന്ന് സച്ചിൻ അറിയാമായിരുന്നു. അതുകൊണ്ട് സച്ചിൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി എന്തു വന്നാലും കവർ ഡ്രൈവ് കളിക്കുന്നില്ല. കേൾക്കുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നാം, കവർ ഡ്രൈവ് കളിക്കാതിരുന്നാൽ മതിയല്ലോ. പക്ഷെ കേൾക്കുന്ന അത്ര സിമ്പിൾ അല്ല കാര്യം. വർഷങ്ങളായി വളരെ നന്നായി കളിക്കുന്ന ഷോട്ടാണ്. ആ ഷോട്ടിന് അനുകൂലമായ ഒരു പന്ത് വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ അതിന് ബാറ്റ് വെച്ചെന്ന് വരും. അത് മസിൽ മെമ്മറിയാണ്. ഈ കഴിഞ്ഞ പരമ്പരയിൽ വിരാട് കോഹ്ലിയുടെ പുറത്താകലുകൾ ഒരുപാട് ചർച്ചയ്ക്ക് വഴിവെച്ചതാണ്. ഇനി എത്ര തന്നെ ഒരു ഷോട്ട് വേണ്ടെന്ന് വെച്ചാലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അബദ്ധത്തിൽ ബാറ്റ് പഴയ പോലെ മുമ്പോട്ട് പോയെന്ന് വരും. അങ്ങനെ വരുന്ന അവസരത്തിലായിരിക്കും പന്ത് എഡ്ജ് ചെയ്യുന്നത്. കീപ്പറിന്റെ കൈകളിലോ സ്ലിപ്പിലോ പന്ത് സുരക്ഷിതമായി എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം നടപ്പിലാക്കാൻ ക്ഷമയും ഏകാഗ്രതയും സാങ്കേതിക തികവും ആവോളം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. സച്ചിൻ തന്റെ ഇന്നിംഗ്സ് തുടങ്ങി. ഓസീസ് ബൗളർമാർ നിരന്തരം ഓഫ് സ്റ്റമ്പിന് പുറത്ത് പന്തെറിയാൻ തുടങ്ങി. എന്നാൽ അതൊന്നും കളിക്കാൻ സച്ചിൻ കൂട്ടാക്കിയില്ല.
നിരന്തരം ശ്രമിച്ചാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ സച്ചിൻ ഓഫ് സ്റ്റമ്പിന് പുറത്തു പോകുന്ന പന്തുകളിലൊന്നിൽ ബാറ്റ് വെക്കുമെന്ന് അവർ കരുതി. എന്നാൽ തങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് വൈകാതെ അവർക്ക് മനസ്സിലായി. ഏകാഗ്രമായ തപസ്സിൽ എന്ന പോലെ സച്ചിൻ ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന പന്തുകൾ ഒന്നൊന്നായി ലീവ് ചെയ്തു. അതോടെ പദ്ധതികൾ മാറ്റാൻ ഓസീസ് നിർബന്ധിതരായി. ഓഫ് സ്റ്റമ്പിന് പുറത്തുനിന്ന് മാറി അവർ സ്റ്റംപ് ലൈനിൽ പന്തെറിയാൻ തുടങ്ങി. സച്ചിൻ കാത്തിരുന്നതും ആ ഒരു അവസരത്തിനായിരുന്നു. മനോഹരമായ ഓൺ ഡ്രൈവുകളും ഫ്ലിക്കുകളും പുള്ളുകളും സച്ചിന്റെ ബാറ്റിൽ നിന്ന് യഥേഷ്ടം പാഞ്ഞു. പരമ്പരയിൽ അതുവരെ റൺസ് കണ്ടെത്താൻ വിഷമിച്ച സച്ചിൻ അനായാസം റണ്ണുകൾ നേടാൻ തുടങ്ങി. ലെഗ് സൈഡിൽ അനായാസം റൺസുകൾ കണ്ടെത്തുമ്പോഴും ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന പന്തുകൾ സച്ചിൻ ക്ഷമാപൂർവ്വം ലീവ് ചെയ്തു. ഇന്നിംഗ്സ് മുന്നോട്ട് പോയി. ദ്രാവിഡ് പുറത്തായ ശേഷവും ലക്ഷ്മണനെ കൂട്ടുപിടിച്ച് സച്ചിൻ റൺവേട്ട തുടർന്നു. ഒടുവിൽ സൈമൺ കാറ്റിച്ചിന്റെ പന്ത് ഫൈൻ ലെഗിലേക്ക് കളിച്ച് സെഞ്ചുറി പൂർത്തിയാക്കിയ സച്ചിൻ തന്റെ മുഷ്ടികൾ ഉയർത്തി വീശി ആ നേട്ടം ആഘോഷിച്ചു. പിന്നീട് അങ്ങോട്ട് ഓസീസ് ബൗളർമാരെ തലങ്ങും വിലങ്ങും പായിച്ച് സച്ചിൻ തന്റെ ഇരട്ട സെഞ്ചുറിയിലേക്ക് കുതിച്ചു. തിരികെ ഫോമിലെത്തിയിട്ടും സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടും ആ ഇന്നിംഗ്സിൽ കവർ ഡ്രൈവ് കളിക്കില്ല എന്ന തീരുമാനത്തിൽ നിന്ന് സച്ചിൻ വ്യതിചലിച്ചില്ല. ടീം സ്കോർ 705 നിൽക്കെ ഗാംഗുലി ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ 241 റൺസുമായി ഒരറ്റത്ത് പുറത്താകാതെ സച്ചിൻ ഉണ്ടായിരുന്നു. 613 മിനിറ്റ് നീണ്ടുനിന്ന ആ ഇന്നിംഗ്സിൽ 436 പന്തുകളിൽ നിന്ന് 33 ബൗണ്ടറികളുടെ അകമ്പടിയോടെ സച്ചിൻ 241 റൺസ് എടുത്തു. ആ 33 ബൗണ്ടറികളിൽ ഒരു കവർ ഡ്രൈവ് പോലും ഇല്ല എന്നതായിരുന്നു ആ ഇന്നിംഗ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സച്ചിന്റെ ആ ഇന്നിംഗ്സിനെ കുറിച്ച് സ്റ്റീവ് വോ പിൽക്കാലത്ത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: "ടു മീ ദാറ്റ് വാസ് ആൻ ഇൻക്രെഡിബിൾ ഫോർട്ടിറ്റ്യൂഡ്, മെന്റൽ സ്ട്രെങ്ത് ആൻഡ് ഡിസിപ്ലിൻ. ദാറ്റ് വാസ് എ ലെസൺ ഈവൻ ഇൻ മൈ ലാസ്റ്റ് ടെസ്റ്റ് മാച്ച്." തന്റെ അവസാന ടെസ്റ്റ് മത്സരം കളിച്ച സ്റ്റീവ് വോയ്ക്ക് പോലും പുതിയ പാഠങ്ങൾ പകർന്നു നൽകിയ ഇന്നിംഗ്സ് ആയിരുന്നു സച്ചിന്റേത്. ആ മത്സരവും തുടർന്ന് പരമ്പരയും സമനിലയിൽ അവസാനിച്ചു. ഇരട്ട സെഞ്ചുറിക്ക് പുറമെ രണ്ടാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയ സച്ചിൻ മാൻ ഓഫ് ദ മാച്ചും രാഹുൽ ദ്രാവിഡ് മാൻ ഓഫ് ദ സീരീസുമായി. ഇന്നും ആ സിഡ്നി ടെസ്റ്റ് ഓർമ്മിക്കപ്പെടുന്നത് സച്ചിന്റെ ആ ഇന്നിംഗ്സിന്റെ പേരിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സച്ചിൻ ഇന്നിംഗ്സ് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. IPL ഈ മാർച്ച് 22-ാം തീയതി തുടങ്ങിയാണ്. അതിന് മുന്നോടിയായി നമ്മുടെ ചാനലിൽ നമ്മളൊരു IPL ടീം റിവ്യൂ സീരീസ് ചെയ്യുന്നതാണ്. വരും ദിവസങ്ങളിലായി IPLലെ 10 ടീമുകളുടെയും റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക് ടോക്സ് വിത്ത് കിരൺ.